केरलम फाइल्स आई फिल्म तो भी बोलने लगे सब झूठ है। कश्मीर फाइल आई तो बोलने लगे सब झूठ है। धुरंधर फिल्म आई तो बोलने लगे झूठ है। कुछ भी करो बता देना, झूठ फैला देना। इन दिनों एफसीआरए को लेकर के भी ऐसा ही झूठ फैलाया जा रहा है। यूसीसी के लिए ऐसा ही झूठ फैलाया जा रहा है। गोवा में यूसीसी है, दशकों से है, लेकिन झूठ फैलाना, एफसीआरए के लिए झूठ फैलाना, सीए के लिए झूठ फैलाना, धुरंधर जैसी फिल्म के लिए झूठ फैलाना, केरलम फिल्म के लिए झूठ फैलाना, कश्मीर फाइल फिल्म के लिए झूठ फैलाना, ये झूठ फैलाने का कारोबार लेके बैठे हुए हैं। പ്രിയപ്പെട്ടവരെ, കോൺഗ്രസ് ആകട്ടെ, യുഡിഎഫ് ആകട്ടെ, എൽഡിഎഫ് ആകട്ടെ, ഇടതുപക്ഷമാകട്ടെ, എല്ലാവരും കള്ളം പറയുന്നത് അവരുടെ സ്വഭാവമായി ഇന്ന് മാറിയിരിക്കുകയാണ്. ദേശത്തെ അപമാനിക്കുക എന്നുള്ളത് അവരുടെ സ്വഭാവമായി മാറിയിരിക്കുകയാണ്. നമുക്കറിയാം, പൗരത്വ നിയമ ഭേദഗതി കൊണ്ടുവന്നപ്പോൾ അവർ രാജ്യം മുഴുവൻ കള്ളപ്രചരണങ്ങൾ നടത്തി. ആരുടെയൊക്കെ പൗരത്വമില്ലാതെയായി പോകുന്നു എന്ന തരത്തിൽ. എന്നാൽ ആർക്കും ഒരു കുഴപ്പവും ഉണ്ടായില്ല എന്ന് നമ്മൾ കണ്ടു. കാശ്മീർ ഫയൽ സിനിമ വന്നപ്പോൾ അവർ പറഞ്ഞു ഇത് കള്ളത്തരമാണ്. കേരള സ്റ്റോറി വന്നപ്പോൾ അതിനെതിരെ വ്യാജ പ്രചരണം നടത്തി. ഇപ്പോൾ ദുരന്തർ സിനിമ വന്നപ്പോൾ അതിനെതിരെയും അവർ കള്ളപ്രചരണം നടത്തുകയാണ്. എന്തു ചെയ്താലും അവർ കള്ളത്തരം പ്രചരിപ്പിക്കുകയാണ്. ഏറ്റവും അവസാനം അവരിപ്പോൾ എഫ്സിആർഎ നിയമത്തിനെതിരെയും കള്ളം പറയുകയാണ്. യൂണിഫോം സിവിൽ കോഡ് കൊണ്ടുവരുന്നതിനെതിരെ കള്ളം പറയുന്നു. എല്ലാ കാര്യത്തിനും അവർ കള്ളം പറയുന്നത് കൊട്ടേഷൻ എടുത്തവരായി മാറിയിരിക്കുകയാണ്. अंडे सौदगड़े केरलम की आस्था, संस्कृति, इसकी रक्षा हो, केरलम विकास की नई ऊंचाइयों को छुए, ये हम सभी का संकल्प है। आज भाजपा एनडीए उम्मीदवार को वोट देकर विकसित केरलम की यात्रा शुरू करिए। मैं आपको निमंत्रण देता हूं, आप आइए। ये मेरी जिम्मेवारी है, ये मेरी गारंटी है। 50 साल में केरलों का विकास नहीं हुआ, हम 5 साल में करके देंगे। പ്രിയപ്പെട്ടവരെ, കേരളത്തിന്റെ സംസ്കാരവും വിശ്വാസവും രക്ഷിക്കാൻ കേരളം വികസനത്തിന്റെ പുതിയ ചക്രവാളത്തിൽ എത്തുക, ഇതൊക്കെ നമ്മുടെ ലക്ഷ്യമാണ്. ഇത് നമ്മുടെയൊക്കെ ആഗ്രഹമാണ്. അതിനായി നിങ്ങൾ എല്ലാവരും ബിജെപി എൻഡിഎ സ്ഥാനാർത്ഥികൾക്ക് വോട്ട് ചെയ്യണമെന്ന് ഞാൻ അഭ്യർത്ഥിക്കുകയാണ്. ഞാൻ നിങ്ങൾക്ക് ഉറപ്പ് നൽകുന്നു, ഇത് മോദിയുടെ ഗ്യാരണ്ടിയാണ്. കഴിഞ്ഞ 50 വർഷമായി കേരളത്തിൽ നടക്കാത്ത വികസനം ഞങ്ങളെ ഭരണമേൽപ്പിച്ചാൽ 5 വർഷം കൊണ്ട് നടത്തി കാണിക്കും. ഇത് ഞങ്ങളുടെ ഉറപ്പാണ്, മോദിയുടെ ഗ്യാരണ്ടിയാണ്. एंडे सौदगड़े, कल ईस्टर है। मैं ईस्टर की आपको शुभकामनाएं देता हूं। कुछ ही सप्ताह में सभी मलयाली साथी विशु भी मनाएंगे। मैं विशु की भी अग्रिम शुभकामनाएं देता हूं। പ്രിയപ്പെട്ടവരെ, നാളെ ഈസ്റ്റർ ആണ്. ഈ കേരളത്തിൽ, ഈ ലോകമെമ്പാടും ഈസ്റ്റർ ആഘോഷിക്കുന്ന എല്ലാവർക്കും ഞാൻ ആശംസകൾ നേരുന്നു. അതോടൊപ്പം തന്നെ ഏതാനും ദിവസങ്ങൾ, ആഴ്ചകൾ ഒരെണ്ണം കഴിഞ്ഞാൽ നമ്മൾ മലയാളികൾ വിഷു ആഘോഷിക്കുകയാണ്. എല്ലാ മലയാളികൾക്കും ഞാൻ വിഷു ആശംസകളും നേരുന്നു. मैं सबसे पहले तो आप सबकी माफी मांगना चाहता हूं, क्योंकि मैं मलयालम